1. Accounting. Accounting, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്സ് AICPA കണക്കെഴുത്തിനെ താഴെപ്പറയും പ്രകാരം നിർവചിച്ചിരിക്കുന്നു. ധനകാര്യ സ്വഭാവമുള്ള ഇടപാടുകളും അതിന്റെ ഭാഗമായ സംഭവങ്ങളും ഒരു പ്രത്യേക വിധത്തിൽ തരംതിരിച്ചും സംഗ്രഹിച്ചും ക്രമീകരിച്ചും കണക്കുപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുകയും ആയതിന്റെ ഫലം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന കലയാണ് കണക്കെഴുത്ത് അഥവാ അക്കൗണ്ടിംഗ്. 2. ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങൾ. റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓരോ ഇടപാടിനും 2 ഭാഗങ്ങളുണ്ടായിരിക്കും. ഈ ഭാഗങ്ങളെ അഥവാ അക്കൗണ്ടുകളെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നിങ്ങനെ തരംതിരിച്ചാൽ മാത്രമേ ജേണലിൽ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതിനായി ചില നിയമങ്ങളുണ്ട്. ഇതിനെ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് വിളിക്കുന്നു. അവ താഴെ പറയുന്നവയാണ്. വ്യക്തിഗത കണക്ക്, പേഴ്സണൽ അക്കൗണ്ട്. സ്വീകരിക്കുന്ന വ്യക്തിയെ ഡെബിറ്റ് ചെയ്യുക, ഡെബിറ്റ് ദ റിസീവർ. നൽകുന്ന വ്യക്തിയെ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ദ ഗിവർ. വസ്തുവക കണക്ക്, റിയൽ അക്കൗണ്ട്. സ്ഥാപനത്തിലേക്ക് വരുന്ന ആസ്തികൾ ഡെബിറ്റ് ചെയ്യുക, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. സ്ഥാപനത്തിൽ നിന്ന് പോകുന്ന ആസ്തികൾ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നാമിക കണക്ക്, നോമിനൽ അക്കൗണ്ട്. എല്ലാ ചെലവുകളെയും നഷ്ടങ്ങളെയും ഡെബിറ്റ് ചെയ്യുക, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എല്ലാ വരവുകളെയും നേട്ടങ്ങളെയും ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. 3. ജേണൽ. ജേണൽ ഒരു ഇടപാട് ആദ്യമായി രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് നാൾവഴി അഥവാ ജേണൽ. ദിവസം എന്നർത്ഥം വരുന്ന ജൂർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ജേണൽ എന്ന വാക്കുണ്ടായത്. ബിസിനസ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇടപാടുകൾ ഓരോന്നും വിശകലനം ചെയ്ത് ഓരോന്നിലെയും 2 അക്കൗണ്ടുകൾ കണ്ടുപിടിച്ച് ഡെബിറ്റ് ക്രെഡിറ്റ് എന്നിവ നിർണയിച്ചെഴുതി തയ്യാറാക്കുന്ന പ്രാഥമിക പുസ്തകമാണ് ജേണൽ. ഇടപാടുകൾ നടന്ന ദിവസക്രമത്തിലാണ് ഇതിൽ രേഖപ്പെടുത്തുന്നത്. ദൈനംദിന ഇടപാടുകൾ അവ നടക്കുന്ന തീയതിക്രമത്തിൽ രേഖപ്പെടുത്തുന്നതുകൊണ്ട് ഇതിനെ നാൾവഴി എന്ന് വിളിക്കുന്നു. ജേണലിനെ കണക്കെഴുത്തിന്റെ അടിസ്ഥാന പുസ്തകം, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്നും വിളിക്കുന്നു. ജേണലിൽ ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, LF എന്നിവ കൂടാതെ തുക രേഖപ്പെടുത്തുന്നതിനായി ഡെബിറ്റ് ക്രെഡിറ്റ് എന്നിങ്ങനെ 2 കോളങ്ങളും ഉണ്ടായിരിക്കും. 4. ശിഷ്ടസൂചിക, ട്രയൽ ബാലൻസ്. കണക്കിലെ കൃത്യത മനസ്സിലാക്കുന്നതിനായി ഒരു നിശ്ചിത ദിവസം ലെഡ്ജർ അക്കൗണ്ടുകളിലെ ബാലൻസുകൾ ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നിങ്ങനെ തരംതിരിച്ച് രേഖപ്പെടുത്തി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ശിഷ്ടസൂചിക എന്ന് പറയുന്നു. ലെഡ്ജർ അക്കൗണ്ടുകളുടെ കൃത്യത മനസ്സിലാക്കുന്നതിനും തെറ്റുകൾ കണ്ടെത്താനും വർഷാന്ത്യ കണക്കുകൾ തയ്യാറാക്കുന്നതിനും വേണ്ടിയാണ് ശിഷ്ടസൂചിക വരയ്ക്കുന്നത്. ഓരോ അക്കൗണ്ടിന്റെയും ബാലൻസുകൾ ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നിങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ശിഷ്ടസൂചികയുടെ 2 വശവും തുല്യമായിരിക്കും. എല്ലാ ആസ്തികളും ചെലവുകളും നഷ്ടങ്ങളും ഡെബിറ്റ് ബാലൻസായും ബാധ്യതകളും വരവുകളും നേട്ടങ്ങളും ക്രെഡിറ്റ് ബാലൻസായും രേഖപ്പെടുത്തുന്നു. 5. റൊക്കം കിഴിവും വ്യാപാരക്കിഴിവും, ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് ട്രേഡ് ഡിസ്കൗണ്ട്. ചരക്ക് വിൽക്കുമ്പോൾ അവയുടെ വിൽപ്പന വിലയിൽ അനുവദിക്കുന്ന കിഴിവാണ് വ്യാപാരക്കിഴിവ്, ട്രേഡ് ഡിസ്കൗണ്ട്. കൂടുതൽ ചരക്ക് വാങ്ങാനുള്ള പ്രോത്സാഹനമായാണ് ഈ കിഴിവ് അനുവദിക്കുന്നത്. ഡിസ്കൗണ്ട് കുറച്ചതിനു ശേഷമുള്ള തുകയ്ക്കാണ് ഇടപാട് നടക്കുന്നതെന്നതിനാൽ അറ്റവിലയാണ് നെറ്റ് പ്രൈസ് കണക്കിൽ ചേർക്കുന്നത്. വ്യാപാരക്കിഴിവിന് പ്രത്യേകം ജേണൽ എൻട്രി ആവശ്യമില്ല. കടമായി വിറ്റ വകയിൽ കിട്ടാനുള്ള തുക കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നതിന് പ്രോത്സാഹനമായി അനുവദിക്കുന്ന കിഴിവാണ് റൊക്കം കിഴിവ്, ക്യാഷ് ഡിസ്കൗണ്ട്. അതായത് നിശ്ചിത ദിവസത്തിനുള്ളിൽ തരാനുള്ള പണം ലഭിക്കുകയാണെങ്കിൽ ഉത്തമർണൻ, ക്രെഡിറ്റർ അധമർണന് ഡെപ്റ്റർ അനുവദിക്കുന്ന കിഴിവാണ് റൊക്കം കിഴിവ്. ഇതിന് പ്രത്യേകം ജേണൽ എൻട്രി തയ്യാറാക്കേണ്ടതാണ്. 6. സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് കണക്കെഴുതുമ്പോൾ തെറ്റ് സംഭവിച്ചാൽ ശിഷ്ടസൂചിക, ട്രയൽ ബാലൻസ് തുല്യമാവുകയില്ല. ശിഷ്ടസൂചിക തുല്യമാക്കിയാൽ മാത്രമേ വർഷാന്ത്യ കണക്കുകൾ തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ. തെറ്റുകൾ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വർഷാന്ത്യ കണക്കുകൾ തയ്യാറാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി താൽക്കാലികമായി ഒരു സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുകയും ശിഷ്ടസൂചികയുടെ ഏത് വശത്താണോ കുറവ് അവിടെ തുക രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. തെറ്റുകൾ കണ്ടെത്തുന്ന മുറക്ക് സസ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റോ ക്രെഡിറ്റോ നൽകി ആ അക്കൗണ്ട് അവസാനിപ്പിക്കുന്നു. 7. കോൺട്രാ എൻട്രി. കോൺട്രാ എൻട്രി ക്യാഷ് അക്കൗണ്ടിനെയും ബാങ്ക് അക്കൗണ്ടിനെയും ഒരേ സമയം വിപരീത ദിശയിൽ സ്വാധീനിക്കുന്ന ഇടപാടുകൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഇത്തരം എൻട്രികളെ തിരിച്ചറിയാൻ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ കോൺട്രാ എന്ന് സൂചിപ്പിക്കുന്ന C എന്ന അക്ഷരം രേഖപ്പെടുത്തണം. പ്രധാനമായും 2 ഇടപാടുകളിലാണ് കോൺട്രാ എൻട്രി രേഖപ്പെടുത്തി വരുന്നത്. പണം ബാങ്കിലേക്ക് നിക്ഷേപിക്കുമ്പോൾ, ബാങ്കിൽ നിന്ന് ഓഫീസ് ആവശ്യത്തിനായി പണം പിൻവലിക്കുമ്പോൾ. 8. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. വാങ്ങിയ സാധനങ്ങൾ തിരിച്ചയക്കുമ്പോൾ പ്രസ്തുത തുക സപ്ലയറുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറവ് ചെയ്തിട്ടുണ്ട് എന്നറിയിച്ചുകൊണ്ടുള്ള കുറിപ്പാണ് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ടിൽ ആർക്കാണ് സാധനങ്ങൾ അയക്കുന്നത്, ഏതെല്ലാം സാധനങ്ങളാണ് അയക്കുന്നത്, മൊത്തം വില എന്നിവ അടങ്ങിയിരിക്കും. ഡെബിറ്റ് നോട്ടിനെ അടിസ്ഥാനമാക്കിയാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കുന്നത്. വിറ്റ സാധനങ്ങൾ മടങ്ങിവരുമ്പോൾ അത് തിരിച്ചയച്ച കസ്റ്റമർ ഒരു ഡെബിറ്റ് നോട്ട് അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കും.
വ്യാപാരി ഡെബിറ്റ് നോട്ടുമായി സാധനങ്ങൾ ഒത്തുനോക്കി ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അത്രയും തുക കസ്റ്റമറുടെ കണക്കിൽ കുറവ് ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് എന്നറിയിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കി അയക്കും. ഇതിനെയാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. 9. ജേണൽ പ്രോപ്പർ. പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ക്യാഷ് ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക് തുടങ്ങിയ ഉപനാൾ വഴികളിൽ സബ്സിഡിയറി ബുക്സ് രേഖപ്പെടുത്താൻ കഴിയാത്ത ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ജേണലാണ് ജേണൽ പ്രോപ്പർ. ആസ്തികൾ കടമായി വാങ്ങുന്നതും വിൽക്കുന്നതും, ഓപ്പണിംഗ് എൻട്രികൾ, ക്ലോസിംഗ് എൻട്രികൾ, അഡ്ജസ്റ്റിംഗ് എൻട്രികൾ, റെക്ടിഫിക്കേഷൻ എൻട്രികൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതൊരു ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയാണ്. 10. മൂലധന ചെലവും പരിപാലന ചെലവും, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ട ആസ്തികൾ സ്വരൂപിക്കുന്നതിനു വേണ്ടിവരുന്ന ചെലവിനെ മൂലധന ചെലവ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ഇത്തരം ചെലവുകൾ സ്ഥാപനത്തിന്റെ വരുമാന വർധനവിന് സഹായിക്കുന്നു. മൂലധന ചെലവ് സ്ഥാപനത്തിന്റെ ബാക്കി പത്രത്തിന്റെ ബാലൻസ് ഷീറ്റ് ആസ്തിഭാഗത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. ഉദാഹരണത്തിന് ഭൂമി, കെട്ടിടം, ഫർണിച്ചർ, യന്ത്രസാമഗ്രികൾ തുടങ്ങിയവ സ്വരൂപിക്കുന്നതിന് ആവശ്യമായ ചെലവുകൾ. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കോ ദീർഘകാല ആസ്തികളുടെ പരിപാലനത്തിനോ ആവശ്യമായി വരുന്ന ചെലവിനെ പരിപാലന ചെലവ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ഇത്തരം ചെലവുകൾ ആവർത്തന സ്വഭാവമുള്ളവയാണ്. വർഷാന്ത്യ കണക്ക് തയ്യാറാക്കുമ്പോൾ പരിപാലന ചെലവുകൾ ലാഭനഷ്ട കണക്കിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. 11. പെറ്റി ക്യാഷ് ബുക്ക്. വൻകിട സ്ഥാപനങ്ങളിൽ ചില്ലറ പണമിടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് പ്രത്യേകം ക്യാഷ് ബുക്ക് സൂക്ഷിക്കാറുണ്ട്. ഇതിനെ ചില്ലറ ചെലവ് പുസ്തകം അഥവാ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നു. എല്ലാ ഇടപാടുകളും ബാങ്ക് വഴി നിർവഹിക്കുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ബാങ്ക് മുഖേന മാത്രം പ്രധാന ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ചെറിയ ചെലവുകൾക്കായി സൂക്ഷിക്കുന്ന പുസ്തകമാണിത്. 12. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് അതിന്റെ ഉടമസ്ഥനിൽ നിന്ന് വിഭിന്നമായ നിലനിൽപ്പുണ്ട് എന്ന സങ്കല്പമാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഈ സങ്കല്പമനുസരിച്ച് സ്ഥാപനവും ഉടമസ്ഥനും രണ്ടാണ്. സ്ഥാപനത്തിന്റെ പ്രവർത്തനവും ഉടമസ്ഥന്റെ വ്യക്തിപരമായ പ്രവർത്തനവും തമ്മിൽ ഒരിക്കലും കൂടിക്കലർന്നു പോകരുത്. അതുകൊണ്ടുതന്നെ ഉടമസ്ഥൻ ബിസിനസ്സിൽ നിക്ഷേപിക്കുന്ന മൂലധനം ബിസിനസ്സിന്റെ ഒരു ബാധ്യത, ലയബിലിറ്റിയായിരിക്കും. 13. ഫ്ലോട്ടിംഗ് അസറ്റ്. പണമോ ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റുവാൻ കഴിയുന്നതോ ആയ തരം ആസ്തികളെ കറന്റ് അസറ്റ് എന്ന് പറയുന്നു. ഇതിനെ ഫ്ലോട്ടിംഗ് അസറ്റ്, സർക്കുലേറ്റിംഗ് അസറ്റ് എന്നിങ്ങനെയും വിളിക്കുന്നു. ഉദാഹരണം: ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് തുടങ്ങിയവ. 14. ഇരട്ടപ്പതിപ്പ് രീതി, ഡബിൾ എൻട്രി സിസ്റ്റം. ഇരട്ടപ്പതിപ്പ് തത്വമനുസരിച്ചാണ് ആധുനിക കണക്കെഴുത്ത് സമ്പ്രദായത്തിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത്. 1494 ഇറ്റലിക്കാരനായ ലൂക്കാ പാഷ്യോലി ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൌണ്ടിംഗ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടെയാണ് ഇരട്ടപ്പതിപ്പ് രീതിക്ക് പ്രചാരം സിദ്ധിച്ചത്. ഓരോ ഇടപാടിനും ഡെബിറ്റ് ആസ്പെക്ട്, ക്രെഡിറ്റ് ആസ്പെക്ട് എന്നിങ്ങനെ 2 ഭാവങ്ങളുണ്ടായിരിക്കും. ഇതിൽ സ്വീകരിക്കുന്ന ഭാവത്തെ ഡെബിറ്റ് ആസ്പെക്ട് എന്നും നൽകുന്ന ഭാവത്തെ ക്രെഡിറ്റ് ആസ്പെക്ട് എന്നും പറയുന്നു. ഇവ അക്കൌണ്ടുകളെന്ന് അറിയപ്പെടുന്നു. ഇപ്രകാരം ഓരോ ഇടപാടിനെയും തുല്യമൂല്യമുള്ള 2 ഘടകങ്ങളാക്കി തിരിച്ച് ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നിവ നിർണ്ണയിച്ച് ഒരേ സമയം കണക്ക് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്ന രീതിക്ക് ഇരട്ടപ്പതിപ്പ് സമ്പ്രദായം എന്ന് പറയുന്നു. 15. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ജേണൽ എൻട്രി. ഒരു ജേണൽ എൻട്രിയിൽ ഒരു ഡെബിറ്റ് അക്കൌണ്ടും ഒരു ക്രെഡിറ്റ് അക്കൌണ്ടും മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ സാധാരണ ജേണൽ എൻട്രി അഥവാ സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറയുന്നു. ഉദാഹരണം: സാലറി AC ഡ്രൈവ് ടു ക്യാഷ് AC. ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് അക്കൌണ്ടുകളോ ക്രെഡിറ്റ് അക്കൌണ്ടുകളോ ഉള്ള ജേണൽ എൻട്രിയെ സംയുക്ത ജേണൽ എൻട്രി അഥവാ കമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നു. ഒരേ ദിവസം തന്നെ ഉണ്ടാകുന്ന ഇടപാടിൽ ഡെബിറ്റിന് തുല്യമായി ഒന്നിലധികം ക്രെഡിറ്റുകളോ ക്രെഡിറ്റിനു തുല്യമായി ഒന്നിലധികം ഡെബിറ്റുകളോ ഉണ്ടെങ്കിൽ അവയെ ഒന്നിച്ച് രേഖപ്പെടുത്തുന്നതിനെയാണ് കമ്പൗണ്ട് ജേണൽ എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ജോയിന്റ് ട്രാൻസാക്ഷൻ എന്നും വിളിക്കുന്നു. 16. താത്വിക തെറ്റുകൾ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. അക്കൌണ്ടിംഗിന്റെ വ്യവസ്ഥാപിത തത്വങ്ങൾക്ക് വിരുദ്ധമായി കണക്കുകൾ എഴുതുമ്പോഴാണ് ഇത്തരം തെറ്റുകൾ സംഭവിക്കുന്നത്. ഇത്തരം തെറ്റുകൾ സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങൾ താഴെ പറയുന്നവയാണ്: ആസ്തി ബാധ്യത, ബാക്കിനിൽപ്പ് കണക്കുകൾ അവഗണിക്കുക, ചെലവുകൾ തെറ്റായി ഇനം തിരിക്കുക. ഉദാഹരണത്തിന്, മൂലധന ചെലവിനെ പരിപാലന ചെലവായി കണക്കാക്കുക, ആസ്തികൾ തെറ്റായി കണക്കാക്കുകയോ പ്രതിപാദിക്കുകയോ ചെയ്യുക, അക്കൌണ്ടിംഗ് തത്വങ്ങൾക്ക് വിരുദ്ധമായി ആസ്തികളുടെ മൂല്യം നിർണ്ണയിക്കുക. 17. ബാങ്ക് അനുരഞ്ജന പട്ടിക, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ ഐക്യത വരുത്തുന്നതിനു വേണ്ടി തുല്യമാക്കുന്നതിന് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ബാങ്ക് അനുരഞ്ജന പട്ടിക എന്ന് പറയുന്നു. 18. ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ.
ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ ആണ് അധമർണൻ ഡെപ്റ്റർ. ഒന്നിൽ കൂടുതൽ അധമർണന്മാരുണ്ടെങ്കിൽ അവരെ ഒന്നിച്ച് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. അധമർണൻ എല്ലായ്പ്പോഴും സ്ഥാപനത്തിന്റെ ഒരു കറന്റ് അസറ്റ് ആയിരിക്കും. ബിസിനസ് ഏതെങ്കിലും വ്യക്തിക്കോ സ്ഥാപനത്തിനോ കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ സ്ഥാപനത്തെ ഉത്തമർണൻ ക്രെഡിറ്റർ എന്ന് പറയുന്നു. ഒന്നിൽ കൂടുതൽ ഉത്തമർണന്മാരുണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഉത്തമർണൻ എല്ലായ്പ്പോഴും സ്ഥാപനത്തിന്റെ ഒരു കറന്റ് ലയബിലിറ്റി ആയിരിക്കും. 19. ലെഡ്ജർ എന്ന പദമുണ്ടായത് ടു ലൈ എന്നർത്ഥം വരുന്ന ലെഗർ എന്ന ഡച്ച് പദത്തിൽ നിന്നാണ്. ജേണലിൽ നിന്നും ഒരേ സ്വഭാവമുള്ള അക്കൗണ്ടുകളെ തരംതിരിച്ച് മറ്റൊരു ബുക്കിലേക്ക് മാറ്റിയെഴുതുന്നു. ഇതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അക്കൗണ്ടുകളുടെ സംഗ്രഹമാണ് ലെഡ്ജർ. ഇതിനെ പ്രിൻസിപ്പൽ ബുക്ക് അഥവാ മെയിൻ ബുക്ക് എന്നും വിളിക്കുന്നു. 20. ക്യാഷ് ഫ്ലോട്ട്സ് ബൈ ഇംപ്രസ്ഡ് എമൗണ്ട്. എല്ലാ ഇടപാടുകളും ബാങ്ക് വഴി നിർവഹിക്കുന്ന സ്ഥാപനങ്ങളിൽ ചെറിയ ചെലവുകൾക്കായി പെറ്റി ക്യാഷ് ബുക്ക് സൂക്ഷിക്കാറുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ മെയിൻ ഹെഡ് കാഷ്യർ ഒരു നിശ്ചിത തുക പെറ്റി കാഷ്യറെ ഏൽപ്പിക്കുന്നു. ഈ തുകയെ ഇംപ്രസ്ഡ് എമൗണ്ട് അഥവാ ക്യാഷ് ഫ്ലോട്ട് എന്ന് പറയുന്നു.